ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലേ കൂടെ? അശ്വിനിയുടെ കൂടെ ആരായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്തേ? ജലജ എന്നാണ് തോന്നുന്നു പേര്. ചലച്ചയാ. ഓക്കെ, എത്തിയിട്ടില്ല അല്ലേ ആള്? അപ്പൊ നമ്മള് നമുക്ക് തുടങ്ങാം. അപ്പത്തേക്ക് വരട്ടെ അല്ലേ? 37 ആയിട്ടുണ്ട്. 2:37 ഓക്കെ. അപ്പൊ നമ്മുടെ CSSD ആയിരുന്നു പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മളെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എവിടെയാ? ഫങ്ഷണൽ ഏരിയാസാ പറഞ്ഞത്. ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ്? എത്ര ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് CSSD-ല്? വായിച്ചില്ലേ? എത്ര ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് CSSD ഡിപ്പാർട്ട്മെന്റില്? അശ്വിനി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആൻസർ എനിക്ക് കിട്ടിയില്ല. ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ CSSD? 6. 6 അല്ലെ? 6 ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. വിച്ച് ആർ ദേ? റിസീവിംഗ് ഏരിയ, ക്ലെൻസിംഗ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ അല്ലെ? ഇത്രയും ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? അപ്പൊ ഡെയിലി നിങ്ങള് നമ്മളെ കുറച്ച് എടുക്കുന്നുള്ളൂ. മാക്സിമം 2 പേജ് 2.5 അത്രയൊക്കെ പോകുന്നുള്ളൂ. അത് അന്നു തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ലാസ്റ്റത്തേക്ക് വരുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എല്ലാം കൂടി വരുമ്പോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനും കൂടിയാണ് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ. 2 പേജ് 2.25 പേജൊക്കെയാണ് മാക്സിമം എടുക്കുന്നുള്ളൂ. അതൊന്നൊന്ന് വായിച്ചു വെക്കാം. അപ്പൊ നമ്മള് CSSD-യുടെ ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ 6 ഫങ്ഷണൽ ഏരിയാസ് ആണ് പറഞ്ഞ് തിരിച്ചേക്കുന്നത്. റിസീവിംഗ് ഏരിയ ഉണ്ട്, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. 3 ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഡിപ്പാർട്ട്മെന്റിന് യൂസ് ചെയ്ത ആ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നു. അത് റിസീവ് ചെയ്യുന്ന ഏരിയ ആണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എക്യുപ്മെന്റ്സ് ഒക്കെ റിസീവ് ചെയ്യുന്ന ആ ഒരു ഏരിയക്കാണ് റിസീവിംഗ് ഏരിയ. ആ പേര് തന്നെ കേട്ടാൽ നമുക്കറിയാം. ഓക്കെ, items used from several departments of the hospital are transferred to CSSD for cleaning and sterilization. അല്ലെ? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് ഐറ്റംസ് എങ്ങോട്ട് കൊണ്ടുവരും? CSSD-യിലേക്ക് കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ക്ലീൻ ചെയ്യാനും അത് സ്റ്റെറിലൈസ് ചെയ്യാനും അണുവിമുക്തമാക്കാനൊക്കെ വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ CSSD-യിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നോക്കിയേ നെക്സ്റ്റ്. Preferably the items which get stained with the blood or body fluid should be decontaminated with a sodium hypochlorite solution. ഇവിടെ നോക്കിയാ അപ്പൊ ഈ പല സർജറി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ഉള്ള ആ എക്യുപ്മെന്റ്സിലൊക്കെ ചെറിയ ബ്ലഡിന്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ആ എക്യുപ്മെന്റ്സിൽ ചെറുതായിട്ട് ഇരിക്കുന്ന ആ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പൊ ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാ? സൊല്യൂഷന്റെ പേരെന്താ? സോഡിയം ഹൈപ്പോക്ലോറൈഡ്. സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു. ഇത് നോക്കി. ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇറ്റ്സെൽഫ്. ഇത് ആരാ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മള് അത് യൂസ് ചെയ്യുന്ന ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അത് യൂസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു? ആ ഡിപ്പാർട്ട്മെന്റിൽ അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അത് CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യും. നോക്കിയേ,
ബിഫോർ സെൻഡിങ് ടു ദ CSSD. അതാ പറഞ്ഞ CSSDയിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് ആ ഐറ്റംസ് എന്തെങ്കിലും ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യും പറഞ്ഞേക്കുന്നത്. The accepting area of CSSD should have entry to outside through a window with a counter. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെ പുറത്തേക്ക് ഒരു വിൻഡോ ഉള്ള ഒരു കൗണ്ടർ പോലെ ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉള്ള ഒരു ഏരിയ റൂമായിരിക്കും. അല്ലാതെ ഫുള്ള് എന്താ പറയാ റിസീവ് ചെയ്യുന്ന ഏരിയയില് ആ ഐറ്റംസ് മാത്രം നമുക്ക് മേടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഒരു വിൻഡോയിൽ കൂടെ തന്നെ ഈ ഐറ്റംസ് റിസീവ് ചെയ്യും. അല്ലാതെ അതിന്റെ അകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ വിൻഡോ ഉണ്ട് വിത്ത് കൗണ്ടറുള്ള ഒരു വിൻഡോയിൽ കൂടിയാണ് ഈ പുറമേന്നുള്ള ഈ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഐറ്റംസ് റിസീവ് ചെയ്യുന്നത്. The item should be counted and received. ഇനി ഇത് റിസീവ് ചെയ്യും, ഈ ഐറ്റംസ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ ചെയ്യുന്നത്, അത് കൗണ്ട് ചെയ്യും. എത്ര എക്യുപ്മെന്റ്സ് ഉണ്ട്, എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതൊന്ന് കൗണ്ട് ചെയ്യും. എന്നിട്ട് അത് റിസീവ് ചെയ്യുന്നത്. കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്, കൗണ്ട് ചെയ്തിട്ട് ഇപ്പൊ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്ര ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളതൊന്ന് കൗണ്ട് ചെയ്ത് വെക്കുക അവര്. കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്. Then subsequently, the instruments are examined and unsharpened instruments are sought out or disposed of. ഇനി നോക്കിയാൽ അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് അതിനുശേഷം ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് എക്സാമിൻ ചെയ്യും. അതൊക്കെ ഒന്നുകൂടി ഒന്ന് നിരീക്ഷിച്ചൊക്കെ നോക്കും. എന്നിട്ട് അൺഷാർപ്പൻഡ് ഇൻസ്ട്രുമെന്റ്സ്, ഇനിയിപ്പോ മൂർച്ച പോയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഷാർപ്പൻ കറക്റ്റ് സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ല ഷാർപ്പൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെ അൺഷാർപ്പൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അത് സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. അത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവരത് ഡിസ്പോസ് ചെയ്യും. അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതപ്പോ അങ്ങനെ ആ എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ തന്നെ അത് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത എക്യുപ്മെന്റ്സുകൾ ഐറ്റംസ് അതിൽ നിന്ന് ഡിസ്പോസ് ചെയ്ത് കളയുക ചെയ്യുന്നത്. നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ അതിനകത്ത് നിന്ന് ഡിസ്പോസ് ചെയ്ത് ഇപ്പൊ 10 ഐറ്റംസ് ആയിരുന്നു നമ്മൾ വാങ്ങിയത്, അതിന് ഇപ്പൊ 2 എണ്ണം ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഡിസ്പോസ് ചെയ്ത് കളയാണെങ്കിൽ ബാക്കി 8 എണ്ണമാണ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുന്നു, റെക്കോർഡില് അവരവിടെ രേഖപ്പെടുത്തുന്നു. Necessary entries of the accepted items are made in the records. ഇവിടെ റെക്കോർഡ്സിൽ അവര് എത്ര ഐറ്റംസ് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ഐറ്റംസ് റിസീവ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, ആഫ്റ്റർവേർഡ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ക്ലീനിങ് ഏരിയ. അപ്പൊ ഇതിനകത്ത് ഓരോന്നും അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഫസ്റ്റ് റിസീവിംഗ് ഏരിയയിലെ കാര്യങ്ങളാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ എത്ര ഐറ്റംസ് ഉണ്ടെന്നൊക്കെ കൗണ്ട് ചെയ്ത് നമ്മൾ റിസീവ് ചെയ്ത് അൺഷാർപ്പൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കളഞ്ഞ് ബാക്കിയുള്ള ഈ ഐറ്റം എത്രയുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്തതിന് ശേഷം എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യുന്നത്, നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാ, ക്ലീനിങ് ഏരിയക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ആഫ്റ്റർ ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ക്ലീനിങ് ഏരിയ. അപ്പൊ റിസീവിംഗ് ഏരിയ കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത്, ക്ലീനിങ് ഏരിയയിലേക്കാണ് ഈ ഐറ്റംസ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഇപ്പൊ അതിനകത്ത് ആഫ്റ്റർ ദ ഐറ്റംസ് ആർ റിസീവ്ഡ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ ഡാഷ് ഏരിയ. ഇവിടെ ഏതാ, റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ക്ലീനിങ് ഏരിയയിലാണ്. ക്ലീനിങ് ഏരിയയിലേക്കാണ് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻ. ഇനിയിപ്പോ ക്ലീനിങ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ അവിടെ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യായിരിക്കും അല്ലെ. ആ അവിടുന്ന് എടുത്ത റിസീവിംഗ് ഏരിയയിൽ നിന്ന് മേടിച്ച ആ ഐറ്റംസ് എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. ക്ലീൻഡ് ഐദർ മാനുവലി ഓർ ബൈ യൂസിങ് മെഷീൻ. ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ടാപ്പ് തുറന്നിട്ടിട്ട് നമുക്ക് ആ ഐറ്റംസ് ഒക്കെ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ മെഷീൻ വഴി ക്ലീൻ ആക്കാം ബൈ യൂസിങ് മെഷീൻ. ഒന്നുകിൽ മാനുവൽ ആയിട്ടോ അല്ലെങ്കിൽ മെഷീൻ യൂസ് ചെയ്തിട്ടോ അത് ക്ലീൻ ചെയ്യാം. For manual washing with the water supply, detergent and brushes
brushes of many sizes and shapes are needed in area. ഇനി നമ്മൾ നോക്കിയേ, മാനുവൽ ക്ലീനിങ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ എന്തൊക്കെ വേണം? വാട്ടർ സപ്ലൈ വേണം അല്ലെ? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജൻസ് വേണം. ഡിറ്റർജന്റ് അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഡിറ്റർജൻസ് ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ ബ്രഷും യൂസ് ചെയ്യണം. എന്നുവെച്ചാൽ ചെറിയ ഇങ്ങനെ ചെറിയ ഹോളുകളോ ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ കൈ കൊണ്ട് കഴിയാൻ പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രഷസും യൂസ് ചെയ്യാം. ആൻഡ് സോ മെനി സൈസ് ആൻഡ് ഷേപ്പ് ആർ നീഡഡ് ഇൻ ദ ഏരിയ. അത് പല സൈസിലുള്ളതും ഷേപ്പിലുള്ളതൊക്കെ, പോയിന്റഡ് വേണമെങ്കിൽ പോയിന്റഡ്, കുറച്ചും കൂടി വീതിയുള്ളത് വേണമെങ്കിൽ അങ്ങനെ പല സൈസിലുള്ള ബ്രഷസ് ഒക്കെ അവിടെ പല ഷേപ്പിലുള്ളതും ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇതൊക്കെ ഏതിനകത്താണ്? മാനുവൽ ക്ലീനിങ്ങിലാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ സോപ്പും ഡിറ്റർജൻസും പല ടൈപ്പിലുള്ള സൈസിലുള്ള ബ്രഷസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഐറ്റംസ് ഒന്ന് എന്ത് ചെയ്തു വെക്കുന്നു, അവര് ഒന്ന് ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, then ultrasonic washer is a machine which is used for cleaning surgical tools. അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പോൾ ഈ സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. Ultrasonic washer is a machine which is used for cleaning surgical tools. Surgical tools ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. It turns high frequency sound waves into mechanical vibration and that make small bubbles that burst on the internal surface of the tools and remove the waste particles. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മെഷീൻസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട്, സർജിക്കൽ ടൂൾസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റുക ചെയ്യുന്നത്. വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അത് എന്ത് പറ്റുന്നത്? അപ്പൊ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ബബിൾസുകൾ ഉണ്ടാവും, ചെറിയ കുമിളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ബബിൾസുകള് അതിന്റെ ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ ബബിളായിട്ട് ഇങ്ങനെ വരുമ്പോ അത് ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടത്തെ ഉള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഈ എന്താ പറയാ, നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോ അങ്ങനെയല്ലേ, നമ്മളൊന്നും ചെയ്യുന്നുണ്ടല്ലോ, ഇതിന്റെ തന്നെ ഫോഴ്സ് കൊണ്ടല്ലേ അവിടെ ക്ലീൻ ആകുന്നത് അല്ലെ? സോപ്പ് പൊടി വെള്ളമൊക്കെ ഒഴിക്കും, നമ്മൾ അത് ടേൺ ചെയ്യണതിന്റെ അനുസരിച്ചല്ലേ വാഷിംഗ് മെഷീൻ തന്നെ. അതേപോലെ തന്നെ ഒരു അൾട്രാസോണിക് വാഷറാ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ആ സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റും. അപ്പൊ അവിടെ ഇങ്ങനെ കുറെ ബബിൾസ് ഉണ്ടാക്കും. അപ്പൊ ആ ബബിൾസുകൾ ചെന്നിട്ട് ആ ഐറ്റംസില്, ആ എക്യുപ്മെന്റ്സിൽ ചെന്ന് അതിന്റെ സർഫസിലേക്ക് വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ, ആ ടൂൾസിലുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. After the tools are washed, then are dried in oven dryer and transferred to the packing area. അപ്പൊ ഈ ടൂൾസ് ഒക്കെ ഇങ്ങനെ വാഷ് ചെയ്തു ക്ലീനിങ് ഏരിയയിൽ വന്നിട്ട് ഇതൊക്കെ വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഡ്രൈ ചെയ്യും. അവര് അത് ഉണക്കാൻ ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഇത് ഉണക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് പോകുന്നത് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ടു ദ പാക്കിംഗ് ഏരിയയിലേക്ക്. അത് പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് റിസീവിംഗ് ഏരിയ കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ പറഞ്ഞത് ക്ലീനിങ് ഏരിയ ആണ്. അവിടെ ഇതൊക്കെ ടൂൾസ് ഒക്കെ ക്ലീൻ ചെയ്ത് അത് വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് ഓവൻ ഡ്രയറിൽ വെച്ച് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് അത് പാക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയോ? റിസീവിംഗ് ഏരിയയും ക്ലീനിങ് ഏരിയയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് പാക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ നമ്മൾ അത് ക്ലീൻ ആക്കിയ സാധനം ഓവനിലൊക്കെ വെച്ച് ഡ്രൈ ചെയ്തിട്ട് പാക്കിംഗ് ഏരിയയിലേക്ക് വന്നു. എന്നിട്ട് ആ ടൂൾസുകള് പാക്ക് ചെയ്യുന്ന അവിടെ ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്യും. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാക്ക് ചെയ്ത് വെക്കണേ എന്തിനാ പാക്ക് ചെയ്യുന്നേ? പാക്ക് ചെയ്താ പോരെ? അല്ല, അണുക്കള് പിന്നെ വരാതിരിക്കാൻ കഴുകി.
അപ്പൊ നമ്മളത് പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുമ്പോ പിന്നെ വേറെ ഒന്നും അത് തുറന്നു നോക്കുക അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മളുടെ നേരെ ടച്ച് ഒന്നും വന്നില്ല അതിനകത്ത് അല്ലെ. പാക്ക് ചെയ്യുക, അതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യുക. അപ്പൊ നീ സ്റ്റെറിലൈസ് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ നിന്ന വീണ്ടും നമ്മൾ അതിനകത്തൊക്കെ ആ ടൂൾസ് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരില്ലേ, അപ്പൊ വീണ്ടും കണ്ടാമിനേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പാക്ക് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ കൊടുക്കുന്നു. ബിഫോർ സ്റ്റെറിലൈസേഷന് മുന്നേ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്യുന്നു. Cleaned and dried instruments are packed before sterilization. Sterilization ചെയ്യുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യുന്നു, എന്നിട്ട് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലീൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് പാക്ക് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷന് മുന്നേ പാക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ദേ ആർ നോട്ട് changed while handling after they are sterilized. അത് തന്നെ പറഞ്ഞേക്കുന്നത്. അതെന്താണ് നോട്ട് ടൈൻറ്റ്, അല്ലെങ്കിൽ എന്താണ് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പിന്നെയും അത് യൂസ് ചെയ്തിട്ട് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ് ഇൻ ട്രേ വിത്ത് covered with a double layer of cotton cloth. ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് വെച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ പേപ്പർ എൻവലപ്സ്, പേപ്പർ കവറുകൾ, പേപ്പർ എൻവലപ്സ് എന്ന് പറഞ്ഞ പേപ്പർ കവറുകൾ ആർ ഓൾസോ അവൈലബിൾ. ഇഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി. നമ്മള് എന്താ പറയാ, ഇങ്ങനെയുള്ള ഈ പേപ്പർ എൻവലപ്സോ അല്ലെങ്കിൽ കോട്ടൺ ഡബിൾ ലെയർ കോട്ടൺ ക്ലോത്ത്സോ ഒക്കെ വെച്ചിട്ട് ഇത് എന്താ നമ്മളത് പാക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ഇവിടെ നോക്കിയേ, പ്ലാസ്റ്റിക് ബാഗുകൾ ETO സ്റ്റെറിലൈസേഷൻ അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാണ്ട് എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ആണ്, ഓക്സൈഡ് മിഷ്യനാണ് ETO എന്ന് പറയുന്നത്. താഴെ ഉണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. എഥിലീൻ ഓക്സൈഡ് മിഷ്യൻ. ETO സ്റ്റെറിലൈസേഷന് പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. സീലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ്. സീൽ ചെയ്യുക, എന്നിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്യും. ദ പാക്സ് ആർ ലേബിൾഡ്. എന്നിട്ട് പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? പാക്സ് ആർ ലേബിൾഡ് വിത്ത് ഇൻഡിക്കേറ്റ് ദ ഡേറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ് എന്നുള്ള കാര്യം, എത്ര നാള് ഇത് ഉപയോഗിക്കാം. നമുക്കൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ ഇത്ര എക്സ്പയറി ഡേറ്റ് എഴുതും. ഇന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ഇന്ന് മുതൽ ഇപ്പൊ 1 മാസം വരെ അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നാളത്തെ ആ ഡേറ്റ് എഴുതും. അത് കഴിഞ്ഞാൽ വീണ്ടും അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ ഇത് പവർ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ ലേബിൾ ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്ത ഡേറ്റ് എന്നാണ്, അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ലേബിൾ ചെയ്ത് വെക്കുന്നു. After the packing and sealing, the instruments are transferred for sterilization. Okay, അപ്പൊ പാക്ക് ചെയ്തു, സീൽ ചെയ്തു. സീൽ ചെയ്തതിനു ശേഷം ഇൻസ്ട്രുമെന്റ്സ് എങ്ങോട്ട് പോകുന്നു? നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നു. കിട്ടിയോ? അപ്പൊ പാക്കിംഗ് ഏരിയയിൽ നമ്മൾ ക്ലീൻ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസേഷന് മുന്നേ പാക്ക് ചെയ്യുന്നു. പാക്കിംഗ് ഏരിയ എന്ന് കണ്ടറിയാം. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ പാക്ക് ചെയ്യാണ്. ഡബിൾ ലെയർ ഓഫ് കോട്ടണോ കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സോ ഒക്കെ വെച്ചിട്ട്, പേപ്പർ കവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് പാക്ക് ചെയ്യുന്നത്. പിന്നെ ETO സ്റ്റെറിലൈസേഷനിൽ പ്ലാസ്റ്റിക് ബാഗുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ പാക്കറ്റ് നമ്മള് പാക്ക് ചെയ്തതിന് ശേഷം അവിടെ ലേബൽ ചെയ്യും, അതിന്റെ മുകളിൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എന്നാണ്, എത്ര നാള് എക്സ്പയറി ഡേറ്റ്, എത്ര നാളത്തേക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ ലേബൽ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് പോകുന്നത് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ്. നോക്കാം. സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ either of two methods in CSST. CSST-ല് ഈ സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് നടക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഫസ്റ്റ് ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് 2 മെത്തേഡ് വഴിയാണ്. ഫിസിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡും ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഇതിനകത്ത് ഫിസിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡും ഉണ്ട്. Sterilization 2 method ആണ് എഴുതിയിട്ടുള്ളൂ. Sterilization is done by either of 2 methods in CSST. CSST-ല് 2 മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഒന്ന് ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, രണ്ടാമത്തെയാണ് കെമിക്കൽ മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ്
ഇത് ഫിസിക്കൽ മെത്തേഡ് ആണ് കേട്ടോ. ഫിസിക്കൽ മോയിസ്റ്റ് ഹീറ്റ് ഫിസിക്കൽ മെത്തേഡ് ആണ് ഓട്ടോക്ലേവ് വരുന്നത്. അല്ലെങ്കിൽ ഓട്ടോക്ലേവിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീം ഉപയോഗിച്ചിട്ടാണ്, ഇവിടെ നീരാവി സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ അണുവിമുക്തമാക്കുന്നത് സ്റ്റീം ഉപയോഗിച്ചാണ്. നിങ്ങൾ താഴേക്ക് നോക്കിയാൽ പ്രിന്റഡ് നോട്ടിന്റെ താഴെ നോക്കിയേ, പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്സ് അവിടെ കൊടുത്തേക്കുന്നത് കണ്ടോ. ഓട്ടോക്ലേവ്സ്, പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്സിന്റെ ഫീച്ചേഴ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളത്, സിമ്പിൾ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന സാധനമാണ് ഓട്ടോക്ലേവ്. ഒരു പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഓട്ടോക്ലേവ് എന്തിനാ ഉപയോഗിക്കുന്നത്? സ്റ്റെറിലൈസ് ചെയ്യാൻ അല്ലെ? സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുക്കർ പോലെ ഇരിക്കുന്നതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, കൾച്ചർ മീഡിയ ഇതൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പൊ അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിന് നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെറുതെ കഴുകിയിട്ട് നെക്സ്റ്റ് ഇനി പേഷ്യന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ നെക്സ്റ്റ് പേഷ്യന്റിലേക്ക് വരും അല്ലെ, വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ ബാക്ടീരിയനെയും ഫംഗസിനെയും ഇതൊക്കെ സൂക്ഷ്മമായിട്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞ് പോകില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ളതിലാണ് നമ്മൾ അങ്ങനെയൊക്കെ ബാക്ടീരിയ ഫംഗസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവില് കുറച്ച് വെള്ളം എടുക്കും. ഓട്ടോക്ലേവില് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? കുറച്ച് വെള്ളം എടുക്കും ഓട്ടോക്ലേവില്. ഈ എന്നിട്ട് നമ്മളെന്താ പറയാ, എന്നിട്ട് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോ അവിടെ വേപ്പർ വരുമല്ലോ അല്ലെ. ഈ വേപ്പർ കുക്കറിൽ അതുപോലെ തന്നെ വേപ്പറിന് എന്താ പുറത്തേക്ക് പോകാൻ കഴിയില്ല. മറ്റേത് ഒരു വിസിൽ വരുമ്പോ നമ്മൾ കുക്കറിൽ സാധനം പുറത്തേക്ക് പോകും വേപ്പർ. ഇവിടെ എന്ന് പറഞ്ഞാൽ വേപ്പറിന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓട്ടോക്ലേവിന്റെ ഉള്ളിലുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്ര ഡിഗ്രിയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെള്ളം ചൂടാവാൻ എടുക്കുന്നത് 100 ഡിഗ്രിയിലല്ലേ. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഇത് കൂടുതലായിരിക്കും. അപ്പൊ വേപ്പർ പ്രഷർ 100 ഡിഗ്രിയിനേക്കാളും കൂടുതലാകുന്നത് കൊണ്ട് തന്നെ ഈ ഓട്ടോക്ലേവിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇതാണ് ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ. ഇതിനകത്ത് പറയുന്നില്ല, ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേപ്പർ പ്രഷർ 100 ഡിഗ്രിയിനേക്കാളും കൂടുതലാകുന്നു. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലാവുന്നു, 100 ഡിഗ്രിയിൽ കൂടുതലാവുന്നു. അതാണ് ഈ ഓട്ടോക്ലേവില് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് സ്റ്റെറിലൈസേഷൻ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, താങ്ങാവുന്ന എന്നുള്ള മീനിങ് ആണ്. കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. കോസ്റ്റ് ഫ്രണ്ട്ലി ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോക്ലേവ് തന്നെയാണ്. മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവ് പ്രൊഡ്യൂസസ് സ്റ്റീം അറ്റ് പ്രഷർ. നോക്കിയേ, ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അവിടെ ടെമ്പറേച്ചർ. ആ സ്റ്റീം ചെയ്യുന്ന ടെമ്പറേച്ചർ 121 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അണ്ടർ 50 പൗണ്ട്സ് ഓഫ് പ്രഷർ. പൗണ്ട് കേട്ടിട്ടുണ്ടോ? പൗണ്ട് എന്താ? പൗണ്ട് യൂണിറ്റ് ആണ്. എന്താളക്കുന്ന യൂണിറ്റാ പൗണ്ട്? വെയിറ്റ്. വെയിറ്റ് അളക്കുന്ന യൂണിറ്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. ഒരു പൗണ്ട് എത്രയാണെന്നറിയോ? 454 ഗ്രാംസ് ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി ആട്ടോ പറഞ്ഞത്. 454 ഗ്രാംസ് ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കിയേ, ഈ ഓട്ടോക്ലേവില് ടെമ്പറേച്ചർ 121 ഡിഗ്രി സെന്റിഗ്രേഡ് അണ്ടർ 50 പൗണ്ട്സ് ഓഫ് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ് 20 മിനിറ്റ്സ് ഈസ് നീഡഡ് ടു സ്റ്റെറിലൈസ്. എത്ര ടൈം വേണം? എത്ര മിനിറ്റ് എടുക്കും? 20 മിനിറ്റ് ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മള്
ഒരു മിനിറ്റ്. ആ ഓട്ടോക്ലേവിന്റെ ആ എത്ര ഡിഗ്രിയാന്നുള്ളത് ആ ടെമ്പറേച്ചറിന്റെ ഇതൊന്നും നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് കണ്ടത് ഞാൻ പറയാം. അത് എന്താ പറയാ, മോർ ദാൻ എബോവ് 100 ഡിഗ്രി, മോർ ദാൻ അല്ല ബിലോ 100 ഡിഗ്രി ടു 121 ഡിഗ്രി എന്നൊക്കെ ഉള്ള പല ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇത്രയും നോക്കാം. നിങ്ങൾ ആ ഡിഗ്രി എത്ര ടെമ്പറേച്ചർ ആണെന്നുള്ള ഓട്ടോക്ലേവ് പ്രവർത്തിക്കുന്ന ആ ടെമ്പറേച്ചർ ഒന്ന് നോക്കുക കേട്ടോ. ഇത് എബോവ് ആണ്, 100 ഡിഗ്രി സെൽഷ്യസിലും എബോവിലാ വരുന്നത് കേട്ടോ. ഈ 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ബിലോ 100 ഡിഗ്രി ഉണ്ട്, എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഒന്ന് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ഓക്കെ അതെ ക്വസ്റ്റ്യൻ അതെ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റെറിലൈസർ അല്ല വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ടു ഓട്ടോക്ലേവ്. അങ്ങനെയായിരുന്നു ഓട്ടോക്ലേവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ കറക്റ്റ് ഏതാന്ന് ചോദിച്ചേക്കണേ. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്, നൺ ഓഫ് ദ എബോവ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നത്. അപ്പൊ എത്ര ഓട്ടോക്ലേവിന്റെ ഇത് വരുന്നത്? ടെമ്പറേച്ചർ above 100 degree. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ അത് 20 മിനിറ്റ്സ് ആണ് ഇതിന് വേണ്ടത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഇത് നമ്മൾ പറഞ്ഞത് ഏതാ? ഫിസിക്കൽ മെത്തേഡ് ആട്ടോ. ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ്. ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ മെത്തേഡ്. അത് രണ്ടാമത്തെ കെമിക്കൽ മെത്തേഡിൽ വരുന്നതാണ്. കെമിക്കൽ മെത്തേഡ് കെമിക്കൽ മെത്തേഡിൽ വരുന്നതാണ്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വരുന്നതാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO എന്ന് പറയുന്നത്. ഇത് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കണം. എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO. ദിസ് മെത്തേഡ് ഈസ് പ്രൈമറിലി used for a heat responsive and moist responsive materials like cardiac catheter, plastic items and ഇവിടെ എന്തോ എൻഡോസ്കോപ്പ് എന്നാട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. എൻഡോസ്കോപ്സ് ENDOSCOPES എൻഡോസ്കോപ്സ് എന്നാണത്. അപ്പൊ നോക്കിയേ, ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ഹീറ്റ് ചൂടടിച്ചു കഴിഞ്ഞാൽ ഉരുക്കി പോകുന്നത് ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും നമുക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്യാൻ പറ്റില്ലല്ലോ. അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ അതൊക്കെ ഉരുക്കി പോവില്ല, ഇങ്ങനെയുള്ള ട്യൂബുകള് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഈ കാർഡിയാക് കത്തീറ്റർ, കാത്തലാബിൽ യൂസ് ചെയ്യുന്ന കത്തീറ്റർ ആണ് കാർഡിയാക് കത്തീറ്റർ. ചെറിയ ട്യൂബാണ്, നാരോ ട്യൂബ്. അതിന്റെ ഫ്രണ്ടിൽ ഈ ഒരു നീഡിലുണ്ടാവും. ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി സർജറിക്കൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് കാർഡിയാക് കത്തീറ്റർ. കാത്തലാബിൽ യൂസ് ചെയ്യുന്ന കത്തീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, അതുപോലെ തന്നെ എൻഡോസ്കോപ്സ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ETO ആണ്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ്. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ സ്റ്റീം വലിയ 121 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ചൂടാക്കിയാൽ ഈ സാധനമൊക്കെ ഉരുക്കി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് ഇതൊക്കെ. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇതെങ്ങനെയാ? കോസ്റ്റ് കൂടുതലാണ്. കോസ്റ്റ്ലി മെഷീൻ ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ്. ഇവിടെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് poisonous gas ആണ്. Due to which it is necessary to make sure that these items are to be free of gas molecules before using them on a patient. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് കോസ്റ്റ്ലി മെഷീൻ. ഈ എഥിലീൻ ഓക്സൈഡ് മെഷീൻ എന്ന് പറഞ്ഞത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻ ആണ്. ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ വേറെ ഉപയോഗിക്കുന്നതിന് മുന്നേ വളരെ ശ്രദ്ധിക്കണം. അത് മേക്ക് നെസസറി, വളരെ അത്യാവശ്യമാണ്. ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അതെങ്ങനെയാ? ഗ്യാസ് മോളിക്യൂൾസിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഒരു ചെറിയൊരു അംശം പോലെ ഇരിക്കാൻ പാടില്ല.
ഇത് ഹൈലി പോയിസണസ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ അതിന്റെ ഒരു ഫ്രീ ആയിട്ടുണ്ട്, ഇതൊന്നും ഇല്ലാന്ന് വളരെ ഫ്രീ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്, അതായത് പേഷ്യന്റിന് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മളത് യൂസ് ചെയ്യണം. നമ്മളത് ശരിക്കും ഫ്രീ ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. The entire cycle may take up to 8 to 12 hours. ഇതിന് എത്ര സമയം എടുക്കും മൊത്തം ഇതിപ്പോ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട്, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ETO സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് 8 തുടങ്ങി 12 മണിക്കൂർ വരെ എടുക്കും. ഓക്കെ, ഇതാണ് എഥിലീൻ ഓക്സൈഡ് വിഷയം എന്ന് പറയുന്നത് ETO സ്റ്റെറിലൈസേഷൻ. അപ്പൊ നമ്മള് മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറഞ്ഞത്. അപ്പൊ ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ്, കാർഡിയാക് കാത്തീറ്റർ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ETO മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് കോസ്റ്റ്ലി മെഷീൻ ആണ്. ഇവിടെ പോയിസണസ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പേഷ്യന്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ആ ഗ്യാസ് മോളിക്യൂളൊക്കെ ഫ്രീ ആണെന്നുള്ള കാര്യം ഷുവർ ആക്കണം. ഇതിന് സമയം എന്ന് പറഞ്ഞാൽ 8 to 12 അവേഴ്സോളം ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കേണ്ടി വരും. നമ്മൾ ഓട്ടോക്ലേവിൽ എത്ര ടൈം വേണമെന്നാ പറഞ്ഞേ? ഓട്ടോക്ലേവിന്റെ എത്ര ടൈം വേണം സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട്? 20 മിനിറ്റ്സ് മതി. അപ്പൊ അതിന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 8 to 12 അവേഴ്സ് വേണം. കുറെ ടൈം കൂടുതലാണ്. കോസ്റ്റ്ലി മെഷീനുമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഫ്ലാഷ് സ്റ്റെറിലൈസർ. This machine is largely used in operation theatre OT for emergency purposes. അപ്പൊ ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഫ്ലാഷ് സ്റ്റെറിലൈസർ ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. This is a special type of autoclave. ഇത് ഓട്ടോക്ലേവിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. This is a special type of autoclave that has a very short sterilization cycle. വളരെ കുറച്ച് സ്റ്റെറിലൈസേഷൻ സൈക്കിളേ ഉണ്ടാവുള്ളൂ. ഓഫ് about 3 to 4 minutes. 3-4 മിനിറ്റും കൊണ്ട് ഇത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം വെയിറ്റിംഗ് ചെയ്യാനൊന്നും പറ്റൂല്ലോ. പോയിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട് മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മൾക്ക് അത് പറ്റില്ലല്ലോ. പെട്ടെന്ന് വളരെ എമർജൻസി പർപ്പസിന് യൂസ് ചെയ്യുന്നതാ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ 3 to 4 minutes 3-4 മിനിറ്റും കൊണ്ട് തന്നെ അത് സ്റ്റെറിലൈസ് കിട്ടും. Owing to its ability to raise the temperature to ടെമ്പറേച്ചർ നോക്കിയാൽ എത്രയാ? 132 degree centigrade ടെമ്പറേച്ചറിലാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കും ഏത് സ്റ്റെറിലൈസർ ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ETO ഉണ്ടാവും, ഓട്ടോക്ലേവ് ഉണ്ടാവും, ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസർ യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട്? ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ്. വളരെ ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ഉള്ളൂ. വളരെ കുറച്ച് ഇത് മതി, 3 to 4 അവേഴ്സ് മതി. ടെമ്പറേച്ചർ 132 degree centigrade ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയേ. 3 ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന 2 മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്. ഓട്ടോക്ലേവ് പറഞ്ഞു, എഥിലീൻ ഓക്സൈഡ് മെഷീൻ പറഞ്ഞു, ഫ്ലാഷ് സ്റ്റെറിലൈസർ പറഞ്ഞു.
റെഡി ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഓട്ടോക്ലേവിൽ എങ്ങനെയായിരുന്നു? ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞേ? എന്ത് ഇതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? എന്താണ് അതിന്റെ തത്വം? Temperature must be above 100 temperature degrees. above 100 degree. Vapor pressure is greater than atmospheric pressure. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഓട്ടോക്ലേവ് പ്രവർത്തിക്കുന്നത്. 121 ഡിഗ്രി സെന്റിഗ്രേഡ് 15 pounds ഓഫ് പ്രഷറിൽ 20 മിനിറ്റ്സ് ആണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് എഥിലിൻ ഓക്സൈഡ് പറഞ്ഞു. ETO കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ETO മെഷീന്. അത് എങ്ങനെയുള്ള മെഷീൻസ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? എങ്ങനെയുള്ളതൊക്കെയാണ്? Cardiac catheters, ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അത് ഏതൊക്കെയായിരുന്നു? cardiac catheters, plastic item and endoscope. കാർഡിയാക് കത്തീറ്ററും പ്ലാസ്റ്റിക് ഐറ്റംസ് എൻഡോസ്കോപ്പും ഒക്കെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് കോസ്റ്റ്ലി മെഷീൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഹൈ പോയിസണസ് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ഉപയോഗിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ അത് അതിൽ നിന്ന് ഫ്രീ ആണ്, ആ മോളിക്യൂൾ ഫ്രീ ആണെന്നുള്ളത്, ആ ഐറ്റംസ് മോളിക്യൂൾ ഫ്രീ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. പിന്നെ അതിനകത്ത് ടൈം കൂടുതലാണ്. 8 to 12 hours വേണ്ടി വരും ഇത് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. പിന്നെ തേർഡ് നമ്മൾ പറഞ്ഞത് ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. ഇത് ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. ഇറ്റ്സ് എ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. സ്റ്റെറിലൈസേഷൻ സൈക്കിൾ വളരെ കുറവാണ്. 3 to 4 minutes മാത്രം മതി അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ടെമ്പറേച്ചർ 132 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ മൂന്നെണ്ണെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. എന്നാ നമുക്ക് ഒരു ചെറിയൊരു ഇത് കൂടി നമുക്ക് പറയാം. നെക്സ്റ്റ് ഏരിയ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു. ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്. ഈ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഐറ്റംസ് പോകുന്നത് സ്റ്റോറേജ് ഏരിയയിലേക്കാണ്. നെക്സ്റ്റ് പോകുന്നത് സ്റ്റോറേജ് ഏരിയ. അത് ആ ഓർഡർ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഓരോ ആഫ്റ്റർ ദ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. ഏത് ഏരിയയിലേക്ക് പോകുന്നേ? സ്റ്റോറേജ് ഏരിയയിലേക്ക് കേട്ടോ. After sterilization, the items are provisionally stored in a cleaned rack from where they are issued to the user department. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആ സ്റ്റെറിലൈസേഷൻ ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ താൽക്കാലികമായിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത് കേട്ടോ. അവിടെ റാക്കില് പ്രത്യേകം നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി നോക്കിയേ, ഫസ്റ്റ് out is the principle to follow the replacement of the sterile in keeping the demand of the department. ഇവിടെ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുന്നത് FIFO പ്രിൻസിപ്പിൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഔട്ട്. ആദ്യം അവിടെ നമുക്കത് അവിടെ അന്ന് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജസ്റ്റ് അവിടെ സ്റ്റോർ ചെയ്തിട്ട് നമ്മളത് എന്താ പറയാ, അത് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഇതാ പറയുന്നത് FIFO പ്രിൻസിപ്പിൾ അവിടെ യൂസ് ചെയ്യുന്നതിന്, അതാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് കൊടുക്കും. അതാണ് ഫസ്റ്റ് ആദ്യം എടുക്കുന്നത് ഫസ്റ്റ് കൊടുക്കും. FIFO പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് ആസ് ദ ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ ആദ്യം ആവശ്യം അങ്ങോട്ടേക്ക് കൊടുക്കും. അങ്ങനെ കീപ്പിംഗ് ദ ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അത് അങ്ങനെയാണ് അത് റീപ്ലേസ് ചെയ്യുന്നത്. ഇനി സ്റ്റോറേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അത് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ താൽക്കാലികമായിട്ട് ആ CSSTയുടെ പ്രത്യേക ക്ലീൻ റാക്കിൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് അല്ലാതെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് FIFO പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കും. ഫസ്റ്റ് ഔട്ട്, ആദ്യം എടുക്കുന്നത് ആദ്യം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്.
ഇനി നെക്സ്റ്റ് 6 ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഓർക്കണ്ടോ, നമ്മൾ റിസീവ് ചെയ്യുന്നത് ഒരു ഏരിയയിലായിരിക്കും, എന്നിട്ട് തിരിച്ച് അത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തിട്ട് ആ ഏരിയ കൂടെ തന്നെയല്ല അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത് വേറെ ഏരിയയിലേക്കാണ്. അപ്പൊ ഈ അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയയിൽ നിന്നും കുറെ ദൂരത്തായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഇതുപോലെ തന്നെ ഒരു കൗണ്ടർ ഉള്ള വിൻഡോ വഴിയായിരിക്കും. In the modern hospitals, there may be a different lift. മോഡേൺ ഹോസ്പിറ്റൽസിലൊക്കെ പലതരത്തിലുള്ള ലിഫ്റ്റ് അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ് ഉണ്ട്. ലിഫ്റ്റ് തന്നെയാണ് ഡംപ് എലിവേറ്റർ എന്ന് പറയുന്നത്. അത് ഷിഫ്റ്റ് ചെയ്യണ്ടേ, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റെറിലൈസ് ചെയ്തിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ് ഉപയോഗിക്കും ഫോർ ഷിഫ്റ്റിംഗ് ദ സ്റ്റെറൈൽ മെറ്റീരിയൽ ടു യൂസർ ഡിപ്പാർട്ട്മെന്റ്. അപ്പം മോഡേൺ ഹോസ്പിറ്റൽസ് ഒക്കെ ഈ മെറ്റീരിയൽസ് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല ലിഫ്റ്റുകൾ ഡംപ് എലിവേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്തതിനു ശേഷം അത് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതോടുകൂടി സ്റ്റെറിലൈസേഷൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഫംഗ്ഷൻ അവിടെ കഴിയാണ്. ഓക്കെ, ഇത്രയും ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് അത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ റിസീവിംഗ് ഏരിയ പറഞ്ഞു, ക്ലീനിങ് ഏരിയ, നെക്സ്റ്റ് തേർഡ് പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് ഏരിയ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇനി നെക്സ്റ്റ് ഇവിടെ തന്നേക്കുന്ന ജസ്റ്റ് കുറച്ചുള്ളൂ, ഇതും കൂടി നമുക്കൊന്ന് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST. CSST യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിക്കേറ്റർ സൂചകങ്ങളാണ്. ഓരോന്നിനും നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST. CSST യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അത് 3 ടൈപ്പ് ഉണ്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, രണ്ടാമത്തെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാ? ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാ വരുന്നേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആ വരുന്നത്. നോക്കിയേ, ഈ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, അവിടെ എത്ര ടൈം എടുത്തു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാന്നുള്ള ടെമ്പറേച്ചർ കാണിക്കാം. ഹ്യൂമിഡിറ്റി, അവിടുത്തെ ഹ്യൂമിഡിറ്റി, പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ ഉടനീളം അവിടെ മൊത്തം ഇപ്പൊ തുടങ്ങി അത് തീരുന്ന ആ ടൈം വരെ, ഇപ്പൊ 20 മിനിറ്റ്സ് ആണെങ്കിൽ 20 മിനിറ്റ്സും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ അങ്ങനെ അതിന്റെ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത്ര ഡിഗ്രി ആണ്, ഇത്ര ഹ്യൂമിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര പ്രഷർ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, mechanical indicators is used to displaying the recorded time, temperature, humidity and pressure throughout the time of the sterilization cycle. ഇനി രണ്ടാമത്തെയാണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ. ഇവിടെ നോക്കി, all chemical indicators are designed to react a physical condition inside the sterilization chamber. Sterilization chamberലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. നോക്കി, ഓൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഡിസൈൻ, എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഡിസൈൻ ചെയ്തത് ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസിംഗ് ചേംബർ. സ്റ്റെറിലൈസിംഗ് ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ദിസ് കൺഫേംസ് ദാറ്റ് ഓട്ടോക്ലേവ് ഓർ സ്റ്റീം സ്റ്റെറിലൈസേഷൻ വർക്കിംഗ്. അപ്പൊ ഇതിന് അനുസരിച്ചാണ് ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസേഷനും ഒക്കെ സ്റ്റെറിലൈസറും ഒക്കെ വർക്ക് ചെയ്യുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്
ഇത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാന്ന് വെച്ചാൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ നിരീക്ഷണത്തിനും അതിന്റെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ വിശകലനം ചെയ്യാനും മൂല്യനിർണ്ണയത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റർ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? is known the name of ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ദേ ആർ ലിവിങ് ക്രീച്ചേഴ്സ്. ഇത് ജീവനുള്ളതാണ്, ലിവിങ് ക്രീച്ചർ ആണ്. ജീവനുള്ള ഇതാണ് ബയോളജിക്കൽ. കേൾക്കുമ്പോൾ അറിയാം ലിവിങ് ക്രീച്ചേഴ്സ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസംസ്. ഇവിടെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ലിവിങ് ക്രീച്ചേഴ്സ് മൈക്രോ ഓർഗാനിസം. They used to confirm the sterilization performance. Sterilization performance എങ്ങനെയാണ് എന്ന് കൺഫേം ചെയ്യാനും ടു വെരിഫൈ ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. ആ പ്രോസസ്സ് വെരിഫൈ ചെയ്യാൻ അതിന്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയെന്ന് അറിയാൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ്. ഇതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ ഇഫക്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സ്റ്റെറിലൈസേഷന്റെ ഇഫക്റ്റ് എങ്ങനെയാണ്, എത്രത്തോളം അത് ഇഫക്റ്റീവ് ആണ്, അതിന്റെ ഫലം എങ്ങനെയാണ് എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് ടൈമും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി പ്രഷർ ഒക്കെ ത്രൂ ഔട്ട് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ ഉടനീളമുള്ള കാര്യങ്ങൾ, ടൈം, പ്രഷർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഫിസിക്കൽ എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും എന്ന് പറയുന്നത് ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ ചേമ്പറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതനുസരിച്ച് ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്ത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ബയോ ഇൻഡിക്കേറ്റർ എന്ന് അറിയപ്പെടുന്നത് ലിവിങ് ക്രീച്ചേഴ്സ്, മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. ഇതെന്തിനാ? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്, സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ, പിന്നെ സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ജസ്റ്റ് ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. ബയോ ഇൻഡിക്കേറ്റേഴ്സ്. Bioindicators are bioindicators are used for the validation VALIDATION validation, qualification QUALIFICATION validation, qualification and monitoring monitoring of sterilization process. Validation, qualification and monitoring of sterilization process. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നും അതിന്റെ മൂല്യനിർണ്ണയത്തിനും അതിന്റെ മോണിറ്ററിങ്ങിനും നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ഏതൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? CSST യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഇത്രയും മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത് നോക്കാം. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയേ.
കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? വായിച്ചു മാം. ഓക്കെ, അയച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് കുറച്ചേ നോക്കിയുള്ളൂ. ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ ആറെണ്ണം പറഞ്ഞത്. CSSTയിലെ ഫങ്ഷണൽ ഏരിയാസ് 6 ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, അത് കറക്റ്റ് ഓർഡർ അത് തന്നെ പഠിച്ചോളാം കേട്ടോ. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓരോന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാണ് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത്. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, അങ്ങനെ 6 ഏരിയാസ് പറഞ്ഞു. ഫങ്ഷണൽ ഏരിയാസ് അതിൽ ഓരോന്നും ഉള്ള കാര്യങ്ങൾ. സ്റ്റെറിലൈസേഷൻ നമ്മൾ പറഞ്ഞു. സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഫിസിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡും ഉണ്ട്. ഓക്കെ, അതില് ഈ ഫിസിക്കൽ മെത്തേഡ് ഓട്ടോക്ലേവ് വരുന്നത് ഫിസിക്കൽ മെത്തേഡ്. എഥിലീൻ ഓക്സൈഡ് മെഷീൻ PTO സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വരുന്നതാണ്. പിന്നെ ഫ്ലാഷ് സ്റ്റെറിലൈസേഷനും ഈ ഫിസിക്കൽ മെത്തേഡിൽ വരുന്ന കേട്ടോ. ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ്. PTO മാത്രം കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അതിനുശേഷം സ്റ്റോറേജ് ഏരിയ പറഞ്ഞു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ പറഞ്ഞു. അവിടെ സ്റ്റോറേജ് ഏരിയയിൽ അവിടെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന FIFO ആണ്. ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് CSSTയിൽ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. മെക്കാനിക്കൽ പറഞ്ഞു, കെമിക്കൽ ഇൻഡിക്കേറ്റർ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും പഠിച്ചത് ഇന്ന് തന്നെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നീ എല്ലാം കൂടി കൂട്ടിയിടരുത്. പിന്നെ അതാണ് കുറച്ചല്ലേ നമ്മൾ ഓരോ ദിവസം എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്കിപ്പോ ക്ലാസ്സിലും കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ വായിക്കാൻ ടൈം തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം നിങ്ങൾ ഇവിടെ ഇരുന്നും വായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ എന്തായാലും ഇന്ന് തന്നെ ജസ്റ്റ് ഒരു മിനിറ്റെങ്കിലും ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ പോർഷൻസ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ ചാപ്റ്റേഴ്സ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ തന്നെ എക്സാം ഉണ്ടാവും. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇപ്പൊ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പതുക്കെ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ക്ലാസ് എന്നാ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.